ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങയും പാവയ്ക്കയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു പാവയ്ക്കയുടെ പകുതിയും ഒരു മാങ്ങയും 4 പച്ചമുളകും കുറച്ച് വേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 സവാളയും 3 വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു തേങ്ങ ചിരകിയതാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് ചൂടുവെള്ളം ചേർത്തിരിക്കുന്നത്. ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് 1-ാം പാലും 2-ാം പാലും തയ്യാറാക്കിയെടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് 2-ാം പാൽ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിനായി ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നിളക്കി ചൂടാക്കിയെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാവയ്ക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു തവി കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് പാവയ്ക്കയോടൊപ്പം ചേർക്കാഞ്ഞത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മൂടി കൊണ്ട് അടച്ച് ചാറൊന്ന് ചെറുതായി വറ്റി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് മാങ്ങ കഷ്ണങ്ങളുടെ പാകം നോക്കാം. മാങ്ങയെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ തിളപ്പിക്കാൻ പാടില്ല. പതുക്കെ ഒന്ന് ഇളക്കി ചൂട് കയറ്റിയെടുക്കാനേ പാടുള്ളൂ. ഒരു തവി കൊണ്ട് അടി ചേർത്ത് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സ്പൂൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വലിയ തവി ഉപയോഗിച്ചാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കാം. പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 4 കുഞ്ഞുള്ളി അരിഞ്ഞതും 3 ഉണക്കമുളക് ചെറുതായി കീറിയതും ചേർത്ത് വറുത്തിടാം.
അതിനു മുമ്പായി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂണിൽ ഇങ്ങനെ വച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടി ചെറുതായി ഒന്ന് ചൂടായി കിട്ടുകയും അത് കറിക്ക് നല്ല നിറം നൽകുകയും ചെയ്യും. നമ്മൾ വറുത്തെടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് മുളക് പൊടി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുക. കറി ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. വറുത്തിടുന്നതിന് മുമ്പും വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ രുചികരമായ മാങ്ങയും പാവയ്ക്കയും പാല് പിഴിഞ്ഞ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.